ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളാണ്. പക്ഷെ ആ രണ്ട് വ്യക്തികളെയും ക്ലബ് ചെയ്ത് ഒറ്റ വീഡിയോ ആക്കുകയാണ്. കാരണം ആ രണ്ടുപേരും ഒരേ ഫാമിലിയിൽ നിന്നുള്ളവരാണ്, ചേച്ചിയും അനിയത്തിയുമാണ്. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, നമ്മുടെ നടനും BJP നേതാവുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ രണ്ട് പെൺമക്കൾ, മൊത്തം 3 പേരാണ്. അഹാന, ദിയ, ഹൻസിക. ഇതിനകത്ത് ദിയ കൃഷ്ണയും ഹൻസിക കൃഷ്ണയുമാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൻസികയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായി. അതുമായി ബന്ധപ്പെട്ട് കുറേയധികം കോൺട്രവേഴ്സികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഹൻസികനെ രേണുസുതിയുമായിട്ടാണ് പലരും താരതമ്യം ചെയ്യുന്നത്. എനിക്ക് അതിനകത്തുള്ള ഈ ഒരു താരതമ്യപ്പെടുത്തിയ ആ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പറയുന്ന ദിയാകൃഷ്ണ, ഹൻസിക, അതുകണക്ക് തന്നെ അഹാന, അവരുടെ മാതാപിതാക്കളായിട്ടുള്ള കൃഷ്ണകുമാർ, അതേപോലെ സിന്ധു കൃഷ്ണകുമാർ, ഇവർക്കെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് റീച്ചും കാര്യങ്ങളുണ്ട്. അവർക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഏണിങ്സും കിട്ടുന്നുണ്ട്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ, അത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെറ്റ കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് പേയ്മെന്റ് കൊടുത്ത് ഓരോ കണ്ടന്റുകൾ കാണാം. ഇഷ്ടമുള്ളവർ ചെന്ന് കണ്ടാൽ മതി. അതിനകത്ത് എത്തരത്തിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് ആ കണ്ടന്റ് ക്രിയേറ്ററുടെ ഒരു തീരുമാനമാണ്, ഇഷ്ടമാണ്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ നോഡിറ്റി ഒന്നും മറ്റു കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമോ മറ്റൊന്നും ഈ പറയുന്ന വലിയ ഫോളോവേഴ്സോ മറ്റു കാര്യങ്ങളോ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല, ഉള്ള കാര്യം പറയാം. എന്നാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള ഒരു ഇത് പറയുന്നത്, ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ചിലർ ചോദിച്ചുകൊണ്ട് വരും, ഈ രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഹൻസികയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് ലീക്ക് ചെയ്ത് പുറത്ത് വന്നതിനകത്ത് ഏറ്റവും വൾഗർ എന്ന് എനിക്ക് തോന്നിയ ഒരു വീഡിയോ, അത് മാത്രമേ ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തുള്ളൂ. ഒറ്റ ഒരു വീഡിയോ. അതാണ് തന്നെ ഹൻസികയുമായി ബന്ധപ്പെട്ടും ഈ ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള ഏതൊരു വീഡിയോ വന്നാലും ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തില്ല. രേണുസുധിയുടെ ആ ഷെയ്ക്ക് കുടിക്കുന്ന ആ വീഡിയോ, അത് അത്രത്തോളം അഡൾട്ടറി കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് ന്യൂഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവരേത് അർത്ഥത്തിലാണ് ആ ഷെയ്ക്ക് കുടിക്കുന്ന റീൽ ചിത്രീകരിച്ചതെന്ന് സാമാന്യം കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കാവുന്നതുള്ളൂ, ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മുടെ ദിയാകൃഷ്ണയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇന്നലെ വൈകിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അതിനകത്ത് ദിയാകൃഷ്ണ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ, അതായത് ഇവരെങ്ങാണ്ട് വെക്കേഷന് പോയിരിക്കുകയാണ്, ദിയാകൃഷ്ണയും അവരുടെ ഹസ്ബൻഡും കുട്ടിയും. ആ കുട്ടീനെ കടലിൽ ഇങ്ങനെ കടൽ വെള്ളത്തിൽ കാല് മുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ദിയാകൃഷ്ണ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ലെന്ന്. കാരണം ഓരോ സ്ഥലത്തും നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങളുണ്ട്. ഇപ്പം ബിക്കിനി ധരിച്ചുകൊണ്ട് അമ്പലത്തിലോ പള്ളിയിലോ ചെന്ന് കഴിഞ്ഞാൽ അത് അവിടുത്തെ ആചാരത്തിന് എതിരാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലോ പബ്ലിക് പ്ലേസിലോ ചെന്ന് കഴിയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാം. ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ നിൽക്കുന്ന ആളുകൾക്കുണ്ട്. പക്ഷേ ഈ ഒരു ബീച്ചിലൊക്കെ നമ്മൾ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യാണ്ട് പോകുമ്പോൾ അവിടെ ഈ സാരിയും അതണക്ക് തന്നെ പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് പോയി നിൽക്കുക എന്ന് പറയുന്നത് അത്രത്തോളം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രമല്ല. നമുക്ക് ഓരോ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു മാന്യതയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സൗന്ദര്യമുണ്ട്. അങ്ങനെ ഉള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ പെൺകുട്ടികളില്ല, എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിപ്പം നാളെ ഒരു വിവാഹം കഴിക്കുന്നു, ആ പെൺകുട്ടിയുമായിട്ട് ഞാൻ എവിടെയെങ്കിലും വെക്കേഷന് പോകുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ബിക്കിനി ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അത് എൻ്റെ വീട്ടിനകത്ത് ധരിക്കാൻ ഒരുപക്ഷെ ഞാൻ സമ്മതിക്കില്ല. ഷോർട്ട് ഡ്രസ്സുകൾ ഇടുന്നതിന് കുഴപ്പമില്ല. ഈ ബിക്കിനി പോലുള്ള കാര്യങ്ങളൊക്കെ വെക്കേഷന് പോകുന്ന സമയത്ത് അവിടെ ധരിക്കുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. ആ കുട്ടിക്ക് വേണമെങ്കിൽ അത് ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് ഞാൻ തെറ്റ് പറയത്തില്ല. അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെയാണ് രേണുസുധിയുടെ ഒക്കെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള പല പല കോൺട്രവേഴ്സികൾ വരുമ്പോൾ ഞാൻ പറയുന്നത്, വസ്ത്രധാരണം ഓരോരുത്തരുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ്, രേണുസുധിയുടെ 1-2 വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സാധനമുണ്ട്, കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്തൊക്കെ അതൊക്കെ എടുത്തു വെച്ച് അലക്കി വിടുന്നത്. എന്നാലും ഇതിനകത്ത് ദിയയുടെ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് കുട്ടിയെ കാണിക്കുന്നുണ്ട്.
കുട്ടിയെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഞാനത്, അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിരുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്ത് കുട്ടിയെ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരാണ്. അത് കണക്കിന് ആ കുട്ടിക്ക് ഒരു പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയെ ഹനിക്കാണ്ട് ഞാൻ തയ്യാറല്ല. ഇതൊന്നും പാലിക്കാത്ത കുറേ അധികം യൂട്യൂബേഴ്സ് ഉണ്ട്, ആ ഗണത്തിൽ ഞാൻ വരില്ല. അപ്പോൾ എന്തായാലും ഇതിന് താഴെ വന്നിരിക്കുന്ന കമന്റ് ഇതാണ്: കുട്ടിക്ക് ഡയപ്പർ ഉണ്ട്, അമ്മയ്ക്കില്ലല്ലോ. അതിന് താഴെ ദിയയുടെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. കുറേ അധികം കമന്റുകൾ അതിന് ഈ പറയുന്ന വിദ്യ എന്ന് പറയുന്ന ഐഡിയയെ വിമർശിച്ചുകൊണ്ട് തന്നെ കുറേ അധികം കമന്റുകൾ വന്നിട്ടുണ്ട് ദിയക്ക് സപ്പോർട്ടായിട്ട്. 2068 ലൈക്കാണ് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കമന്റിന് വന്നിരിക്കുന്നത്. പക്ഷേ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന കമന്റുകൾക്കൊന്നും ഈ പറയുന്ന റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ദിയ കൃഷ്ണ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്: സാഡസ്റ്റ് പാർട്ടീസ് ഇതുപോലുള്ള ക്രിമികളെ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ട്. ദാറ്റ്സ് ഹൗ നെഗറ്റീവ് ഷിറ്റ് വർക്ക്. ഐ മീൻ ജസ്റ്റ് ലുക്ക് ദ കമന്റ്സ് സെക്ഷൻ. സോ മെനി ഗുഡ് കമന്റ്സ് വിത്ത് നോ ലൈക്സ് ഓർ ബി വെരി ഫ്യൂ ലൈക്സ്. ദിസ് ഷിറ്റ് ഹാസ് കൾച്ചർലെസ് കമന്റ് ഗെയിൻസ് 400 ലൈക്ക് 400 ലൈക്സ് എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാനത് വായിച്ചു നോക്കുമ്പോൾ 400 ആയി പോയതാണ്. അപ്പം ഇതിനകത്ത് ദിയാകൃഷ്ണ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾക്ക് ഇത്രത്തോളം ലൈക്കുകൾ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ലൈക്കുകൾ അല്ലെ കമന്റുകൾക്ക് ലൈക്കുകൾ തീർത്തും കുറവ്. ദാറ്റ്സ് ഹൗ മച്ച് സീക്രട്ട് ഹെയ്റ്റ് ഈസ് ഹിഡൻ വിത്തിൻ ദ ഫോളോവേഴ്സ്. ഡിസ്ഗസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്. വോ എവർ ആസ് ലൈക്ക് ദാറ്റ് കമന്റ്സ് ഇസ് എ സ്പ്ലൈൻലെസ്. പിന്നെ എന്തോ തെറി ഹരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. എന്തായാലും ഏകദേശം 400 ലൈക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ദിയ ഇത് കാണുന്നത്. ഞാനിത് കാണുന്നത് 2068 കമന്റുകൾ ലൈക്കുകൾ ഈ പറയുന്ന വിദ്യ എന്ന് പറയുന്ന ഐഡിയയിൽ നിന്നിട്ടിരിക്കുന്ന കമന്റിന് വന്നപ്പോഴത്തേക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നെഗറ്റീവ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റത്തെ സ്റ്റാൻഡ് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ബീച്ചിൽ ചെല്ലുമ്പോൾ എന്തായാലും പർദ്ദ ധരിക്കാനോ സാരി ഉടുക്കാനോ ഒന്നും പറ്റില്ല. അവിടെ ആപ്റ്റായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ ക്ലൈമറ്റ് ഉണ്ട്. ഇവരിപ്പം വേറെ കണ്ട് വിദേശ രാജ്യത്ത് കണ്ടുകൊണ്ട് അവിടെ ഈ ഒരു സാരിയൊക്കെ കൊടുത്തുകൊണ്ട് ചിലപ്പം പോകാണ്ട് പറ്റില്ലായിരിക്കും. കാരണം നമ്മുടെ ഓരോരോ ഡ്രസ്സുകൾ ധരിക്കേണ്ടതായിട്ടുള്ള സ്പേസുകളുണ്ട്. ഇപ്പം ഈ ചൂടത്ത് ഈ പറയുന്ന സാധനമൊക്കെ വലിച്ചു കയറ്റി ആവിച്ച് നിൽക്കുന്നതിനും ഭേദം ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള സ്പേസുകളിൽ മാത്രമേ അത് ധരിക്കാവുള്ളൂ. അല്ലാതെ അതും ധരിച്ചുകൊണ്ട് നാളെ പബ്ലിക് റോഡിലോട്ട് ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനങ്ങനെ പള്ളികളിലോ അമ്പലങ്ങളിലോ പോകുന്നതിനോട് എനിക്ക് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. അത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിട്ട്. പിന്നെ ഈ ഡയപ്പറൊക്കെ തപ്പി നടക്കുന്നവർ ഇടയ്ക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങളോട് ഒന്ന് തപ്പി നടക്കണം, അത് നല്ലതായിരിക്കും. എന്നാലും ഇനിയിപ്പം ഈ നമ്മുടെ അഹാന ഇത് ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പം എൻ്റെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഫോട്ടോയും ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് തന്നെ ഈ ഒരു വീഡിയോയും ബ്ലർ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ആണ് ഇപ്പം ഹൻസികയുടേതായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പണമടച്ച് കാണേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ ഇത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കാര്യമല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് അവിടെ പോയിരുന്ന് കണ്ടിട്ട് അവിടുന്ന് ചുരണ്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കോൺട്രവേഴ്സി ആക്കിയതാണ്. ഇപ്പൊ രേണുസുധീര സബ്സ്ക്രിപ്ഷൻ വീഡിയോയിൽ പോയിട്ട് ഓരോരുത്തന്മാർ അത് കുത്തിയിരുന്ന് കണ്ടിട്ട് അവിടുന്ന് ആവശ്യമുള്ള സാധനം ചുരണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു വിവാദമാക്കുന്ന കണക്ക് തന്നെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഒരു വിവാദമാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ പോയി ക്യാഷ് അടച്ച ആൾക്കാർ കാണുന്നതാണ്. ഈ കാണുന്നവന്മാരൊന്നും നല്ല പിള്ളകളൊന്നും അല്ലല്ലോ. അത് ഒന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച റിയാക്ട് കണക്കുള്ള രേണുസുധിയുടെ ആ ഒരു ആ വീഡിയോക്കകത്ത് എന്താണ് വ്യക്തമായിട്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു കണ്ടന്റ് അല്ല ഇത്. ഇതൊരു പക്ഷേ ഡാൻസ് കളിക്കുന്ന അങ്ങനെയുള്ളൊരു ഇത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് അത്രത്തോളം കോൺട്രവേഴ്സി ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസും ബിക്കിനിട്ടുള്ള ഫോട്ടോസ് വരെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അഞ്ജു കുര്യനെ പോലെയുള്ളവരൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറെ അധികം ഫോട്ടോസ് അവർ പബ്ലിക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതാണ് പിന്നെ നമ്മൾ ബോളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രദ്ധ കപൂർ, ആലിയ ഭട്ട്, അങ്ങനെയുള്ള കുറെ അധികം ആക്ട്രസ്, അതാണ് തന്നെ ദീപിക പദുകോൺ, ഇവരെല്ലാം അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്ത് ഇട്ടിരിക്കുന്ന ബിക്കിനി ചിത്രങ്ങൾ പോലുണ്ട്.
അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രം ഈ ഒരു കൃഷ്ണകുമാർ ഫാമിലിയിൽ വരുമ്പോഴത്തേക്കാണ് ഈ ഒരു വിഷയം വിവാദമായിരിക്കുന്നത്. പിന്നെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേയധികം കാര്യങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ ഫീൽഡിൽ പോലും ഉൾപ്പെടുത്തുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത്, വിവാദമാകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. ശരിയാണോ?